Now we have part 2, Rankine cycle in the first module. Rankine cycle is the operating cycle for a steam turbine. That is steam turbine operate in the Rankine cycle. Sure, right? SI question is Rankine cycle schematic TS diagram explain Rankine cycle problem. Sure, from the first module. You just follow me. Problem theory then 4 minimum components required for the Rankine cycle. This is a schematic. Boiler, turbine, condenser, pump. 4 minimum components. Actual cycle is basic cycle is components. Steam flow in the direction. Boiler is steam generate in the heat. Then turbine is work produced in the W work is produced by the turbine. Condenser heat pump heat ulilekku. Now, these 4 components energy interaction. We have thermodynamics and thermal engineering. We have energy energy heat and energy work. These 4 components energy interaction heat and work. Turbine work produce W WT. This is opposite pump. Pump work use utilize work. So, WP. Now, these 2 components energy interaction work in the formula. One work work utilize. രണ്ടാമത്തെ energy interaction എന്ന് പറയുന്നത് heat ആണ്. ബാക്കി 2 componentsഉം heat interactionലാണ് വർക്ക് ചെയ്യുന്നത്. Heat interaction എന്ന് പറഞ്ഞാൽ ബോയിലറിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കണം എങ്കിലേ സ്റ്റീം ജനറേറ്റ് ചെയ്യത്തുള്ളൂ. So that is QB, heat given to the boiler. അതുപോലെ കണ്ടൻസർ ആണെങ്കിലോ ഹീറ്റ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നു. That is QC. ഒരു പക്ഷേ പ്രോബ്ലത്തിൽ ചോദിക്കുക ഇങ്ങനെയായിരിക്കും, find the work from the turbine, work required for the pump, heat given out by the condenser, heat given to the boiler. ഏതെങ്കിലും ഒരു എനർജി ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. ഇനി ഞാൻ ഇതിൻ്റെ അനാലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 4 കോമ്പണൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ മാർക്ക് ചെയ്യുവാണ്. ടർബൈനിലേക്ക് കയറുന്നതിന് മുമ്പ് സ്റ്റേറ്റ് 1 ആയിരിക്കും സ്റ്റീമിൻ്റെ സ്റ്റേറ്റ്. ടർബൈനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ that become 2. Then condensation കഴിയുമ്പോൾ സ്റ്റേറ്റ് 3, പമ്പിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ സ്റ്റേറ്റ് 4, ബോയിലർ ഹീറ്റിംഗ് കഴിയുമ്പോൾ again become സ്റ്റേറ്റ് 1. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 4 പ്രോസസ്സ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. 1 to 2 ടർബൈനിൽ നടക്കുന്ന പ്രോസസ്സാണ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഇൻ ദ ടർബൈൻ. നമ്മൾ അസ്യൂം ചെയ്യുന്ന ടർബൈനിൽ എക്സ്പാൻഷൻ ഐസെൻട്രോപിക് ആണെന്ന്, അതായത് റിവേഴ്സിബിൾ അഡൈബാറ്റിക് എന്നൊക്കെ പറയും. തെർമോഡൈനാമിക്സ് കൊണ്ട് പഠിച്ചതുപോലെ ഓർത്ത് ഇതിന് കുഴപ്പമില്ല. Just remember that it is isentropic expansion in the turbine standard. അപ്പം ആ ടർബൈൻ എക്സ്പാൻഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് WT ആയിരിക്കും. സോ WT is the turbine work produced during 1 to 2. Then 2 to 3 is across the condenser. So it is constant pressure heat rejection in the condenser. അപ്പോൾ അവിടെ വരുന്ന എനർജി ഇൻട്രാക്ഷൻ QC ആയിരിക്കും. അതുപോലെ പമ്പിംഗ് പ്രോസസ്സിന് അക്രോസ് ആയിട്ടുള്ള 3 to 4, that is പമ്പ് വർക്ക് അത് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ ബോയിലർ 4 to 1 പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ഇൻ ദ ബോയിലർ, ദാറ്റ് ഈസ് QB. അപ്പോൾ നോക്കി 4 കോമ്പണൻസിലും ഓരോ എനർജി ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ട്. ടർബൈൻ വർക്ക്, കണ്ടൻസർ ഹീറ്റ് റിജക്ഷൻ, പമ്പ് വർക്ക്, ബോയിലർ ഹീറ്റ് അഡീഷൻ 4 വന്നിട്ടുണ്ട്. ഇനി പഴയ തെർമോഡൈനാമിക് സ്റ്റഡി ഫ്ലോ ലോ ഒക്കെ വെച്ചാണ് നമ്മൾ ഈ 4 എനർജി ഇൻട്രാക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇഫ് യു വാണ്ട് WT ടർബൈൻ വർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇനിഷ്യൽ ഫൈനൽ എൻതാൽപ്പി എടുക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഇത് ടർബൈൻ ആണെങ്കിൽ ടർബൈൻ വർക്ക് എന്ന് പറയുന്നത് H1 - H2. എളുപ്പമാണ്. ദെൻ രണ്ടാമത്തെ കോമ്പണൻ്റ് കണ്ടൻസറാണ്. അവിടുത്തെ എനർജി ഇൻട്രാക്ഷൻ ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ കണ്ടൻസർ വേണമെങ്കിൽ 2ലെയും 3ലെയും എൻതാൽപ്പി ഡിഫറൻസ് QC is equal to H2 minus H3. ഇതുപോലെ അടുത്തത് പമ്പ് വർക്ക് വേണമെങ്കിൽ
H3 മൈനസ് H4 എന്ന് എഴുതാം, H4 മൈനസ് H3 എന്ന് എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല, നെഗറ്റീവ് വരുന്നേ ഉള്ളൂ, നമുക്ക് വിഷയമല്ല. സോ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് പോസിറ്റീവ് ഐ റൈറ്റ് H4 മൈനസ് H3. ദെൻ ബോയിലർ ഹീറ്റ് അഡീഷൻ QB. QB is equal to H1 മൈനസ് H4. ദാറ്റ്സ്. ഇത് നമുക്ക് ഓർത്തിരിക്കണം, ഇല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കി എടുത്താലും മതി. ഇനി ഈ പറയുന്ന 4 പ്രോസസ്സ് നമുക്ക് ഒരു TS ഡയഗ്രത്തിലേക്ക് വരയ്ക്കണം. അതാണ് റാങ്കിൻ സൈക്കിളിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്കിവിടെ വരയ്ക്കുന്നതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണ്, തേർഡ് പ്രോസസ്സ് അഡയബാറ്റിക്. രണ്ട് ഏകദേശം ഇതുപോലെയാണ്. റിവേഴ്സിബിൾ അഡയബാറ്റിക് ആണ് ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഫോർത്തും പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഒന്ന് ഹീറ്റ് റിജക്ഷനും മറ്റത് ഹീറ്റ് അഡീഷനും. അപ്പം ഈ 4 കോമ്പണൻസിൽ ബോയിലറും കണ്ടൻസറും ഓപ്പറേറ്റ് ചെയ്തത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ 2 ഐസോബാർ ഇവിടെ ആദ്യം തന്നെ വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഇതും സെക്കൻഡ് താഴെ വേറൊരു. ഞാൻ പറഞ്ഞു ഒന്ന് ബോയിലറിലും ഒന്ന് കണ്ടൻസറിലുമാണ്. അതിൽ ഹൈ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബോയിലറായിരിക്കും, അതിന് ഞാൻ PB എന്ന് കൊടുത്തു. ലോ പ്രഷറിലായിരിക്കും കണ്ടൻസർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് ഞാൻ PC എന്ന് കൊടുത്തു. പ്രോബ്ലം ആണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും കണ്ടൻസർ പ്രഷറും ബോയിലർ പ്രഷറും തന്നിരിക്കും. ഹയർ പ്രഷർ ഫോർ ബോയിലർ, ലോവർ ഫോർ കണ്ടൻസർ. ഇനി സ്റ്റാൻഡേർഡ് റാങ്കിൻ സൈക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. ആദ്യം ചെയ്യേണ്ടത് TS ഡയഗ്രത്തിൽ ഡോം വരയ്ക്കുന്നു, 2 ഐസോബാർ മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ പേര് PB എന്നും PC എന്നും കൊടുക്കുന്നു, ബോയിലർ പ്രഷറും കണ്ടൻസർ പ്രഷറും. ഇനി ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് 1 to 2 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ദ ടർബൈൻ ആണ്. അത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും വരിക. അതാണ് എൻ്റെ 1-2 പ്രോസസ്സ്. വെർട്ടിക്കൽ ലൈൻ 1-2. ഈ പ്രോസസ്സാണ് ടർബൈന് നടക്കുന്നത്. ഓർത്തോണം, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കുന്നത്? സൂപ്പർ ഹീറ്റഡ് റീജിയൻ. 2 എന്ന് പറയുന്ന പോയിന്റോ കൃത്യം സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ വന്നു. ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫിഗർ ആയതുകൊണ്ടാണ്, സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. യാതൊരു നിർബന്ധമില്ല 2 വരണമെന്ന്. ചിലപ്പോൾ അകത്താകാം, ചിലപ്പോൾ പുറത്താകാം. സോ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് പോയിന്റ് PBയിലായിരിക്കണം, എൻഡിങ് പോയിന്റ് PCയിലായിരിക്കണം, കണ്ടൻസർ പ്രഷറിലായിരിക്കണം. ഇനി നെക്സ്റ്റ് 2 to 3 കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് പുറത്തേക്ക് വിടുവാണ്. അപ്പം നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുക. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൂടെ നേരെ കണ്ടൻസേഷൻ നടക്കുന്നു. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ലിക്വിഡ് ആവും. ഇവിടെ കംപ്ലീറ്റ് വേപ്പർ ആയിരുന്നു, ഇവിടെ കംപ്ലീറ്റ് ലിക്വിഡ് ആവും. സോ ദിസ് ഈസ് 2 to 3. സിമിലർലി 3 to 4 അഡയബാറ്റിക് ആണ്. റിവേഴ്സിബിൾ അഡയബാറ്റിക് ആണ്, ഐസെൻട്രോപ്പിക് എന്ന് പറയും. ഇറ്റ് ഓൾസോ ഷുഡ് ബി വെർട്ടിക്കൽ. എവിടം വരെ വെർട്ടിക്കൽ വരയ്ക്കണം? കണ്ടൻസർ പ്രഷറിൽ നിന്നും ബോയിലർ പ്രഷർ വരെ. സോ ഹിയർ ഓൾസോ വി ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം 3. So we end up somewhere here, that is 3 to 4. And the final process is again constant pressure heat addition in the boiler. 4 മുതൽ 1 വരെ. ഇത് തന്നെ. Move along the isobar because it is constant pressure. That's all. ഇതാണ് നമ്മുടെ റാങ്കിൻ സൈക്കിൾ ഫോർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. സോ 1 2 3 4 1 റാങ്കിൻ സൈക്കിൾ തീർന്നു, സ്റ്റാൻഡേർഡ്. ഇനി ഈ പറയുന്ന ടർബൈൻ വർക്ക് H1 മൈനസ് H2, കണ്ടൻസർ ഹീറ്റ് റിജക്ഷൻ H2 മൈനസ് H3, പമ്പ് വർക്ക് H4 മൈനസ് H3. ദാറ്റ്സ് അങ്ങനെ. ദെൻ ബോയിലർ ഹീറ്റ് അഡീഷൻ H1 മൈനസ് H4. ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പ്രോബ്ലത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമോ? 2 and 3 രണ്ടും ഇരിക്കുന്നത് എവിടെ? ഒന്ന് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലും മറ്റത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ F എന്ന് പറയപ്പെടുന്ന പോയിന്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പഴയ G ആണ്. ഈ 2 വാല്യൂസ് എവിടെ നിന്ന് കിട്ടും? സ്റ്റീം ടേബിളിൽ നിന്നും. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? പ്രഷർ മാത്രം മതി. ആ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്? PC. അത് പ്രോബ്ലത്തിൽ തന്നിരിക്കും. സോ PC ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് H2ഉം H3യും ഡയറക്റ്റ് നമുക്ക് റീഡ് ഔട്ട് ചെയ്യാം. ഫൈൻ. പിന്നെ നെക്സ്റ്റ് 1 എങ്ങനെ കിട്ടും? 1 ഡയറക്റ്റ് കിട്ടത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഫ്രം ദ സ്റ്റീം ടേബിൾ. 1 ഈസ് ഇൻ ദ സൂപ്പർ ഹീറ്റഡ് റീജിയൻ. അപ്പോൾ അവിടെ എടുക്കണം, സ്റ്റീം ടേബിളിലെ സൂപ്പർ ഹീറ്റഡ് റീജിയൻ എടുക്കുക. അവിടുന്ന് എൻതാൽപ്പി കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? പ്രഷറും ടെമ്പറേച്ചറും വേണം. അതുകൊണ്ട് പ്രോബ്ലത്തിൽ ഉറപ്പായിട്ടും ഈ PBയും തന്നിരിക്കും, ഇവിടുത്തെ ടെമ്പറേച്ചറും തന്നിരിക്കും. ഇനി അതും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് തന്നിരിക്കും, നമുക്ക് പറയാം. ഇനി 4th പോയിന്റ്, ദാറ്റ് ഈസ് ഇൻ ദി സബ്കൂൾഡ് റീജിയൻ. നമുക്ക് കണ്ടുപിടിക്കാമെങ്കിലും വി ക്യാൻ യൂസ് ദി ഇക്വേഷൻസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ഇൻ ദ സബ്കൂൾഡ് റീജിയൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് മെത്തേഡ്. അതുകൊണ്ട് കഴിവതും 4th പോയിന്റ് ഞാൻ ഒഴിവാക്കുക. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഓൾ ദീസ് തിങ്സ് വിത്തൗട്ട് H4.
H4 ഞാൻ ഒഴിവാക്കിക്കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. അതായത് പമ്പ് വർക്കിനകത്താണ് 4 വരുന്നത്, പിന്നെ വരുന്നത് ബോയിലർ ഹീറ്റിനകത്തും. ഈ രണ്ടിനെ ഒഴിവാക്കുക, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. വർക്കിൻ്റെ ഇക്വേഷൻ പണ്ട് തെർമോഡൈനാമിക്സ് പഠിച്ച വർക്ക് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ PdV ആണ്. അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്ന ഒരു 3 സ്റ്റെപ്പ് ഡെറിവേഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഞാൻ എഴുതുന്നത്. അത് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് വാല്യൂ മാത്രം ഓർത്തിരിക്കുക. പമ്പ് വർക്ക് ഈസ് നത്തിങ് ബട്ട് ന്യൂ എഫ് ഇൻറ്റു PB മൈനസ് PC. എന്താണ് ന്യൂ എഫ്? അതായത് ഈ പോയിന്റിലെ സ്പെസിഫിക് വോളിയമാണ് ന്യൂ എഫ് എന്ന് പറയുന്നത്. അതായത് ന്യൂ 3 ഇൻറ്റു PB മൈനസ്, ഇങ്ങനെ എഴുതിയാണ് ശരിയാണ്, ന്യൂ 3 ഇൻറ്റു PB മൈനസ് PC. എന്താണ് PB? PB ഈസ് ദി ബോയിലർ പ്രഷർ, PC ഈസ് ദ കണ്ടൻസർ പ്രഷർ. അതായത് 2 പ്രഷർ അറിയാമെങ്കിൽ, PC അറിയാമെങ്കിൽ, ഫ്രോം ദ സ്റ്റീം ടേബിൾ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് സ്പെസിഫിക് വോളിയം അറ്റ് 3 ഇല്ലേ? ന്യൂ 3 കണ്ടുപിടിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ന്യൂ എഫ് ഉള്ളി. അപ്പോൾ 2 പ്രഷർ അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് പമ്പ് വർക്ക്. സോ ഇൻസ്റ്റെഡ് ഓഫ് H4 മൈനസ് H3 യൂസ് ദിസ് ഇക്വേഷൻ. അതുപോലെ H1 മൈനസ് H4 എന്ന ക്യൂബ് ഇക്വേഷൻ എനിക്ക് H4 കളയണം. ഇവിടെ നോക്കുക, H1 മൈനസ് H4, ഇത്രയും ലെങ്ത് ആണ് H1 മൈനസ് H4. ഞാനത് യൂസിങ് കോമൺ സെൻസ് ഐ എം റീറൈറ്റിംഗ് ദി ഇക്വേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് H1 മൈനസ് H4 ഞാൻ ഈ ലെങ്തിൽ ഇങ്ങനെ എഴുതുവാണ്, H1 മൈനസ് H3, H1 മൈനസ് H3. അപ്പോൾ ഇത്രയും ലെങ്തായി ഇവിടെ മുതൽ ഇവിടം വരെ. അതിൽ നിന്നും ഇത് കുറച്ചാൽ എനിക്ക് ബാക്കി റിമൈനിങ് എന്ത് വരും? H1 മൈനസ് H4 ആയിരിക്കും. സോ ഐ എം റൈറ്റിംഗ് H1 മൈനസ് H3 മൈനസ് H4 മൈനസ് H3. സോ ലോജിക്കലി ഇത് കറക്റ്റാണ്. ഇനി ഇവിടെ നോക്കിയാലും മതി, ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മൈനസ് H3 മൈനസ് മൈനസ് H3. സോ H3 H3 ക്യാൻസൽ ആവും, ബാക്കി H1 മൈനസ് H4 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി ബോയിലർ ഹീറ്റ് അഡീഷൻ. ഇനി ഇങ്ങനെ എഴുതുകൊണ്ടുള്ള നേട്ടം, ദിസ് ഇസ് നത്തിങ് ബട്ട് H1 മൈനസ് H3 minus H4 minus H3. What is H4 minus H3? That is pump work. But pump work is already derived as nu 3 into PB minus PC. അല്ലെങ്കിൽ H1 minus H3 minus pump work എന്ന് എഴുതിയാലും മതി. അതായത് ഈ 2 ഇക്വേഷനിൽ ഞാൻ കംപ്ലീറ്റ്ലി H4 ഒഴിവാക്കി, അവോയ്ഡ് ചെയ്തു. ഈ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇനിയുള്ള പ്രോബ്ലത്തിൽ ആവശ്യം വരും. ഈ 4 എനർജി ഇൻട്രാക്ഷൻസ് കൂടാതെ നമുക്ക് പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനുള്ളത് നെറ്റ് വർക്ക് എത്രയാണെന്ന്, അതുപോലെ എഫിഷ്യൻസി. ഇത് മിക്കവാറും കാണും. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ടർബൈൻ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പമ്പ് വർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്, അതാണ് WT മൈനസ് WP = നെറ്റ് വർക്ക്. ഇത്രയും ആയിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക്. അതുപോലെ എഫിഷ്യൻസി ഇക്വേഷൻ നമുക്ക് പണ്ടേ അറിയാം. എഫിഷ്യൻസി = നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ? ബോയിലറിൽ കൊടുത്ത ഹീറ്റാണ്. സോ നെറ്റ് വർക്ക് ബൈ QB എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് = WT മൈനസ് WP. ഈ 2-നും 3-നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി. WT എന്ന് പറയുന്നത് H1 മൈനസ് H2 മൈനസ് പമ്പ് വർക്ക് ഡിവൈഡഡ് ബൈ QB എന്ന് പറയുന്നത് H1 മൈനസ് H3, ഇത് പമ്പ് വർക്കാണ്. അപ്പോൾ ഇതാണ് റാങ്കൈൻ സൈക്കിൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പം റാങ്കൈൻ സൈക്കിളിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? H1, H2, H3 3 എൻതാൽപ്പി വാല്യൂസും പമ്പ് വർക്കും മാത്രം മതി. ഈ 3 എൻതാൽപ്പി വാല്യൂസ് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്? ഞാൻ നേരത്തെ TS ഡയഗ്രം വരച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൽ H2ഉം H3യും ഡയറക്റ്റ് നമുക്ക് പ്രഷർ വെച്ചിട്ട് റീഡ് ചെയ്യാം സ്റ്റീം ടേബിളിൽ നിന്നും. H1 പ്രഷറും ടെമ്പറേച്ചറും വെച്ച് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഇനി പമ്പ് വർക്ക് 2 പ്രഷർ ഉണ്ടെങ്കിൽ I can directly measure calculate the value of pump work. ഇനി ചില പ്രോബ്ലത്തിൽ ഇവർ പറയും നെഗ്ലക്റ്റ് പമ്പ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നെഗ്ലക്റ്റിംഗ് പമ്പ് വർക്ക്, അതായത് പമ്പ് വർക്ക് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായിരിക്കും. ദെൻ എഫിഷ്യൻസി ഇക്വേഷൻ വിൽ ടേക്ക് എ സിമ്പിൾ ഫോം H1 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3. ഇത്രയേ ഉള്ളൂ. സോ ഈ 2 പമ്പ് വർക്ക് 0 ആയിട്ട് കളയാം. റിമൈനിങ് 3 എൻതാൽപ്പി മാത്രം കണ്ടുപിടിച്ചാൽ മതി. H1, H2, H3 മാത്രം കണ്ടുപിടിക്കാം, എഫിഷ്യൻസി കണ്ടുപിടിക്കാം.